എക്സാമിന് പ്രധാനപ്പെട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം എക്സാം ആയി, അപ്പൊ എക്സാമിന് കൂടുതൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് അത്യാവശ്യമാണ് അല്ലേ? കാരണം എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോസ് കണ്ട് കൂടുതൽ മാർക്ക് നേടേണ്ടതുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഷ് ഇത് എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഇതുപോലുള്ള കുറേ ചോദ്യങ്ങളായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. ഇപ്പൊ കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നത് നമ്മുടെ എല്ലാ 5ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും ഈ വീഡിയോ ലൈക്ക് അടിക്കാനും വിട്ടുപോകരുത്. നിങ്ങൾ എത്രത്തോളം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു, എത്രത്തോളം സപ്പോർട്ട് വീഡിയോ തരുന്നു, അതിനനുസരിച്ച് മാഷ് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വീണ്ടും വരും. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മാഷ് പറഞ്ഞു 5 മാർക്കിന്റെ ചോദ്യമാണ്, അതായത് ഒരു ആക്ടിന് മുഴുവൻ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇന്ന് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതാണ് ചോദ്യം. നമ്മൾ 4ാം ക്ലാസ്സിലും ഇതുപോലുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്. അത് തന്നെയാണ് 5ാം ക്ലാസ്സിലുള്ളത്. എന്താണ് ഇവിടെ തന്നത്? ഇവിടെ നോക്കേ, ഇപ്പോഴത്തെ ക്ലാസ്സുകളുണ്ട്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. അങ്ങനെ ഓരോ ക്ലാസ്സിന് കുട്ടികൾ പുസ്തകങ്ങൾ കൊണ്ടുവന്നു. പുസ്തകങ്ങൾ കൊണ്ടുവന്ന ചിത്രമാണ് ഇവിടെ തന്നത്. അത് എത്ര എണ്ണം ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ചിത്രങ്ങൾ എണ്ണിയിട്ടാണോ എണ്ണം ഇവിടെ എഴുതേണ്ടത്? അല്ല. ഒരു പുസ്തകത്തിന്റെ ചിത്രം എന്ന് വെച്ചാൽ 100 പുസ്തകങ്ങൾ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. ഒരു പുസ്തകത്തിന്റെ ചിത്രം എന്ന് വെച്ചാൽ 100 പുസ്തകം. ഇവിടെ എത്ര പുസ്തകങ്ങളുണ്ട് 1ാം ക്ലാസ്സിന് കൊണ്ടുവന്നത്? ഒരു ചിത്രം, 2 ചിത്രം, 3 ചിത്രം, 4 ചിത്രം, 5, 6 ചിത്രങ്ങളുണ്ട്. ഓരോ ചിത്രവും 100 ആണ്. അപ്പൊ ആകെ ശരിക്കും എത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്നു എന്ന് നമ്മൾ എങ്ങനെ കാണുക? 100 + 100 + 100 + 100 + 100 + 100 അങ്ങനെ 6 പ്രാവശ്യം 100നെ കൂട്ടിയാൽ മതി. അത്രയും പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും 1ാം ക്ലാസ്സുകാര്. അപ്പൊ ചിത്രം നോക്കിയിട്ട് നമ്മൾ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? എ പിക്ചർ ഓഫ് ബുക്ക് റെപ്രസെന്റ് ദി നമ്പർ 100. ഒരു പുസ്തകത്തിന്റെ ചിത്രം എന്ന് വെച്ചാൽ 100 എണ്ണാണ്. ഒരു പുസ്തകത്തിന്റെ ചിത്രം 100 എണ്ണാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 പുസ്തകത്തിന്റെ ചിത്രം എന്ന് വെച്ചാൽ 6 പ്രാവശ്യം 100നെ കൂട്ടിയത് 6 × 100 അല്ലേ? 6 എത്രയാണ്? 600. 600 ആണ്. സിമ്പിൾ. അതുപോലെ 2ാം ക്ലാസ്സിന് കിട്ടിയ പുസ്തകത്തിന്റെ ചിത്രം എടുത്ത് തന്നിട്ടുണ്ട്. എത്ര ചിത്ര? 1, 2, 3, 4, 5 ചിത്രം. ഓരോ ചിത്രം 100 എണ്ണാണ്. അപ്പോൾ 5 പ്രാവശ്യം 100നെ കൂട്ടിയത് അത്രയും പുസ്തകങ്ങൾ 2ാം ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടാവും. 5 100കൾ എത്ര? 5 × 100 500 ആണ്. 500 ആണ്. അതുപോലെ ഇനി 3ാം ക്ലാസ്സിന് കിട്ടിയ പുസ്തകങ്ങൾ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം ചിത്രം നോക്കിയിട്ട്. എത്ര പുസ്തകങ്ങൾ ചിത്രം? 4 ചിത്രം. ഓരോ ചിത്രം 100 ആണ്. അപ്പൊ 100 + 100 + 100 + 100 4 പ്രാവശ്യം 100നെ കൂട്ടിയാൽ എന്താ? 400. 400. 400 പുസ്തകങ്ങൾ 3ാം ക്ലാസ്സിനും. പിന്നെ 4ാം ക്ലാസ്സിന് എത്ര പുസ്തകങ്ങളാണ് കിട്ടിയത്? 1, 2, 3 ചിത്രങ്ങളേ ഉള്ളൂ. ഓരോ ചിത്രവും 100 എണ്ണാണ്. 3 100കൾ 300. 300 പുസ്തകങ്ങളാണ് 4ാം ക്ലാസ്സിന് കിട്ടിയത്. സിമ്പിൾ ആയിട്ട് നമ്മളുടെ പുസ്തകത്തിന്റെ ചിത്രം നോക്കിയിട്ട് ആകെ ശരിക്കും എത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്നു നമ്മൾ കണ്ടെത്തി. ഒരു ചിത്രം 100 എണ്ണാന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഒരു പുസ്തകം 1000 എണ്ണാണെന്ന് ചോദ്യത്തിൽ തന്നാൽ എന്താ? ഉത്തരങ്ങൾ ആകെ മാറും. കാര്യങ്ങൾ ആലോചിക്കുക കേട്ടോ. ഇപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ബി ക്വസ്റ്റ്യൻ? ഇഫ് ദി നമ്പർ ഓഫ് ബുക്സ് ഈസ് 2000 ഡ്രോ ദി ഫിഗർ ഇൻഡിക്കേറ്റിംഗ് ദ ടോട്ടൽ. എന്താണ്? ഒരു പുസ്തകത്തിന്റെ എണ്ണം 2000 ആയാൽ ഇവിടെ ആകെ പുസ്തകത്തിന്റെ എണ്ണം 600 ആണ് അല്ലെ? അതുപോലെ ആകെ പുസ്തകത്തിന്റെ എണ്ണം 2000 ആയാൽ എത്രയാ? 2000. 2000 പുസ്തകങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര ചിത്രങ്ങൾ വരയ്ക്കണം എന്നാ ചോദ്യം. നിങ്ങൾക്കറിയാം ഒരു പുസ്തകത്തിന്റെ ചിത്രം വരച്ചാൽ 100 പുസ്തകങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. 2 എണ്ണം വരച്ചാൽ എന്തേ ആയിട്ടുള്ളൂ? 200 ആയിട്ടുള്ളൂ. ഒരു പുസ്തകത്തിന്റെ ചിത്രം 100 എണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പുസ്തകത്തിന്റെ ചിത്രം വരച്ചാൽ 200 ആയിട്ടുള്ളൂ. ഇവിടെ എന്താവണം? 2000 ആവാൻ വേണ്ടിയിട്ട് എത്ര പുസ്തകങ്ങൾ ചിത്രം വരയ്ക്കണം എന്ന് നോക്കണം. അപ്പൊ എത്ര 100കൾ ചേർന്നാലാണ് 2000 ആവുക? എത്ര പുസ്തകത്തിന്റെ ചിത്രം വരയ്ക്കണം? 2000 എത്ര 100കൾ ഉണ്ട്? 2000 / 100. 2000 എത്ര 100കളാണുള്ളത്? 2000 20 100കളാണുള്ളത് അല്ലെ? 2000 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. 20 പുസ്തകത്തിന്റെ ചിത്രം വരച്ചാലാണ് എന്ത്? 2000 ആവുക. അപ്പൊ മാഷ് 20 പുസ്തകങ്ങൾ ചിത്രം വരച്ചു. ഇതിനടുത്ത് എന്താണ്? 2000 പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പൊ ഇതുപോലുള്ള ചോദ്യം മിക്ക എക്സാമിനും, ഇവിടെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ 5 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും അല്ലേ? ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. മറക്കണ്ട, നിങ്ങളിപ്പോൾ ഇനി 5ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാം. വീഡിയോന്റെ സപ്പോർട്ടിനനുസരിച്ച് മാഷ് കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ സമയം കളയാതെ മാഷ് പോവാണ്. നമുക്ക് ഇനി ലൈവിലൊക്കെ ആയിട്ട് കാണണം. ലൈവിൽ കൂടുതൽ ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനുള്ളതാണ്. നമുക്ക് ഇനി ലൈവിലും വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.